ഈശ്വര, ആ മുത്തുവിനെ എത്ര വേഗം ഒന്ന് സുഖമാക്കി തരണേ. ഇവരുടെ ഇടയിലല്ലെങ്കിൽ ഞാൻ കിടന്ന് പെട്ടുപോകും. ആ സുരഭി മോളെ, ചേച്ചി പോയിട്ട് വരാട്ടോ. ഇന്നത്തെ പാചകം ഗംഭീരമാവാൻ വേണ്ടിട്ട് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. ഈ സുനിതാന്റിക്ക് തലകറക്കെന്ന് പറയുന്നത് നിങ്ങൾ അടവല്ലേ? ആ, അല്ലാതെ പിന്നെ നിങ്ങൾ നിപ്പിൽ ഫോൺ വരുന്നു, ലൗഡ് സ്പീക്കർ ഇടുന്നു, പിന്നെ അപ്പുറത്തുള്ള ശാരദ ആന്റി വന്നില്ല പോയില്ല എന്ന് പറയുന്നു. എല്ലാം നിങ്ങൾ അടവാന്നെങ്കിൽ അറിയാം. പഠിച്ച കള്ളിയാണ് നിങ്ങള്. സുരഭി, ഇങ്ങനൊന്നും പറയല്ലേ, ദൈവദോഷം കിട്ടും കേട്ടോ. മോളെ സുരഭി, അമ്മയ്ക്ക് വീണ്ടും തലകറക്കുന്നു. ഞാൻ പോയിട്ട് വരാവേ. ഞാൻ ചെന്നില്ലെങ്കിലേ ഹോസ്പിറ്റലിൽ പോവില്ലോ. ബൈ. എന്തായി? ഒന്നും ആയില്ല. സുരഭി ആകെ പെട്ടിരിക്കുകയാണെന്ന് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലായി. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും മനസ്സിലാവാനാ. സാമ്പാറായണ്ണ, പക്ഷെ ഇവിടെ സാധനങ്ങളൊക്കെ കുറവാ. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു. സുരഭി, നമുക്കൊരു കാര്യം ചെയ്യാം. സുരഭി ഇവിടെ പാചകം ചെയ്യുന്ന രീതിയിൽ ഇവിടെ അങ്ങ് നിന്നാ മതി. തൊട്ടപ്പുറത്ത് നല്ലൊരു മീൽസ് കിട്ടുന്ന കടയുണ്ട്. അവിടെ പോയി ഞാൻ നല്ല കറികളൊക്കെ മേടിച്ചിട്ട് ബാഗിൽ കൂടെ കൊണ്ടുതരാം. മീൽസ് കൊടുക്കാനായിട്ട് പോകണ്ടീറ്റ് മോശമല്ലേ അതൊക്കെ? എന്തോന്നും മോശം. അതൊന്നും വേണ്ട. ഞാൻ തന്നെ രാവിലെ തന്നെ അമ്മ എടുത്ത് പറഞ്ഞപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ അമ്മ പറഞ്ഞു ഒന്നും വേണ്ടെന്നൊക്കെ. പക്ഷെ ഇത് ഞാൻ ഉണ്ടായിക്കോളാം, കുഴപ്പമില്ല. എനിക്ക് ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതാ. കുഴപ്പമില്ല. കറക്റ്റ് 1 മണിയാകുമ്പോ ആ ഡൈനിങ് ടേബിളിൽ ഭക്ഷണം എത്തിക്കും ഞാൻ. അമ്മ, അകത്തെന്താണ് നടക്കണേന്ന് ഒരു ഐഡിയ കിട്ടല്ലേ എനിക്ക്. എന്റെ ബലമായ സംശയം, അവൾ ഒറ്റയ്ക്ക് ഉള്ളത് കൊണ്ട് അവക്കൊന്നും വയ്ക്കാൻ പറ്റി കാണൂല. വെറുതെ എന്തിനാ അവളെ നാണം കെടുത്തണം? നമുക്ക് എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. ഒരു കാര്യമുണ്ട്, സാധനം വാങ്ങിക്കാൻ പോയ മുത്തുവിനും സാധനം വാങ്ങിക്കാനും പറ്റിയില്ല. വല്ലതും ഉണ്ടോ എന്തോ പാവ പോലെ വെക്കാൻ. എന്തേലും ആയിട്ട് അവള് കയറി ഇത്രയൊക്കെ ചെയ്യുന്നല്ലോ. അയ്യോ, ഉള്ളതിഞ്ഞ് കൊണ്ടോ എന്റെ പൊന്നു മോളെ. പൊന്നീച്ച പറക്കുന്ന കണ്ണിക്കൂടെ. ആ, ഇവിടെ ഒന്നും റെഡി ആയില്ലല്ലേ? എനിക്കറിയാം ഇവിടെ ഒന്നുമേ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ദ വെറൈറ്റി ഫുഡ് കുഴിമന്തി ഞാൻ വാങ്ങിച്ചോണ്ട് വന്നു. അയ്യോ, ഇതെന്തൊക്കെയായത്? ഇരിക്കുന്നു. എന്റെ ദൈവമേ. അമ്മ, ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വെച്ച് ഇത്രേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്റെ പൊന്നു മോളെ, ഞാനിപ്പൊ അവനോട് പറഞ്ഞതേ ഉള്ളത്. അയ്യോ, ഇച്ചിരി ഒരു പ്ലേറ്റ് എടുത്തേ. കൊള്ളാം, കഴിച്ചു നോക്കട്ടെ. പിന്നെ ഇതിക്കുള്ള എന്താ വേണം ഇനി നോക്കട്ടെ. അയ്യോ, അവിയല്. ആഹാ, നല്ല ഒന്നാന്തര അവിയല്. എന്നാ കുറച്ച് എനിക്കും കൂടെ കഴിക്കുമോനെ. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അതാണ് ഭക്ഷണം. അയ്യോ, ചോദിക്കാൻ പറ്റുപോയി. പിന്നെ നമ്മുടെ സുനീത മേനന്റെ തല കറങ്ങി എവിടെ വരെ എത്തി? അല്ല, അയ്യോ, തല കറക്കുന്ന പറഞ്ഞില്ലേ, എവിടെ എത്തിയെന്ന്? കുഴപ്പമില്ലമ്മ, ഒന്നുമില്ല. കൊള്ളാം. ഇത്രയും കള്ളം എന്തിനാ എന്റെ പൊന്നുമോളെ നീ പറയുന്നത്? അയ്യോ, അവള് തന്റെ പ്രശോഭനെ വിളിച്ചു. നീ കുത്തി അയച്ചതും അവള് നിങ്ങോട്ട് കുത്തിക്കൊണ്ട് വന്നതും എല്ലാ വിവരങ്ങളും അവനറിഞ്ഞു. വല്ല കാര്യമുണ്ടോ? അയ്യോ, ഇനിയിപ്പൊ കിടന്ന് മോന്ത മാറ്റിയിട്ട് കാര്യമൊന്നുമില്ല. കാരണം എല്ലാം സംഭവിച്ചു പോയില്ലയോ. പക്ഷെ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ വിശന്നിരിക്കുമായിരിക്കും എന്നുള്ളൊരു ധാരണയിലേ നീ എന്തോ കുഴിക്കാത്ത വീണ മന്തിയോ ഏതാണ്ട് കൊണ്ടുവന്നല്ലോ. അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നീ കൊണ്ടുവന്നല്ലോ. അതൊരു നല്ല മനസ്സാ. ഇത് കഴിക്കുമല്ലോ, നല്ല ഫുഡ് കഴിക്കും. കൊച്ചമ്മ, ഒരാളും കൂടെ ഉണ്ടേ. അയ്യോ, നീ വന്നാ? ഇരിക്കും മുത്തണ്ണ. ഇരിക്കും മുത്തു. ഞാൻ ഇരിക്കാനാ? ഓ, പിന്നെ കൊള്ളാം. ഇരിക്കണടാ, നല്ല ഒന്നാന്തരം കേട്ടാ. അവിയല്, പുളിശ്ശേരി. ഇങ്ങോട്ട് നോക്കതാ, സുരഭി ഒറ്റയ്ക്കാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. അതെ, എന്നും നീയല്ലേ ഞങ്ങൾക്ക് വിളമ്പി തരുന്നത്. ഇന്ന് നിനക്ക് ഞാൻ വിളമ്പി തരാം. ഇങ്ങോട്ടുണ്ടോ? സാമ്പാർ കൊടുക്കട്ടെ. ഈശ്വരാ ഭഗവാനെ, അത്രയൊക്കെ ആയല്ലോ അവന്. കുഴിമന്തി ആർക്കും വേണ്ട അല്ലേ? ആർക്ക് വേണം കുഴിമന്തി?
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.